നമുക്ക് സ്വൈര്യം തരരുതെന്ന ഒറ്റ വിചാരമേ അമ്മയ്ക്കുള്ളൂ. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാ. സിനിമ കാണാൻ വന്ന കാണണം, അതിന് പകരം 2 റീല് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോരാൻ തിടുക്കായി. സിനിമ അമ്മയ്ക്ക് ഇഷ്ടമായി കാണുകയില്ല. എന്നാൽ അപ്പുക്കുട്ടനെയും കൂടി തിരിച്ചു പോരണമായിരുന്നു, നമ്മളെ കൂടെ ഇറക്കി വിടണം. എന്തൊരു കഷ്ടമാണ്. അമ്മ രവിക്കുഞ്ഞിനെ ഉണ്ണാൻ വിളിക്കണോ? ഞാൻ കുറച്ച് കഴിഞ്ഞേ ഊണ് കഴിക്കുന്നുള്ളൂ, അമ്മയോട് ഉണ്ടോളാൻ പറ. ഓ, അമ്മയുടെ മുമ്പിൽ വെച്ച് ദേഷ്യമൊന്നും കാണിക്കരുത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. കുറച്ച് ദിവസം കൂടി ക്ഷമിക്കാം. ഏതായാലും കോഴിക്കോട് ഡിവിഷനിലേക്ക് മാറ്റത്തിന് അപേക്ഷിക്കുന്നുണ്ട്. കിട്ടിയാൽ ഒരു ചെറിയ വീടെടുത്ത് നമുക്കവിടെ താമസിക്കാം. എന്താണോ രവിക്കുഞ്ഞ് വന്നിട്ട് അമ്മ ഉണ്ണുന്നുള്ളൂന്ന്? ഓ, ഇങ്ങനെ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാനേ വല്ലപ്പോഴും വീട്ടിലേക്ക് കയറി ചെന്നാ എന്റെ തള്ള പറയും ഇറങ്ങിപ്പോടെ കാലമാടാന്ന്. രവിക്കുഞ്ഞിന്റെ അമ്മ മക്കൾക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ. രവിക്കുഞ്ഞിന്റെ 7ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചതല്ലേ. നിർത്തി, ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. ഒന്ന് മോന്റെ കൂടെ ഇരുന്നേ അമ്മ ഉണ്ണു. അത്രയ്ക്ക് സ്നേഹ. രവിക്കുഞ്ഞിന്റെ 7ാമത്തെ വയസ്സില് തലയില് ഈ ഒരു ബാലേന്ദ്രം വന്ന് മുഴച്ച് പൊട്ടി. തറയെ നിൽക്കില്ല, കട്ടലേക്ക് കിടക്കില്ല. കുളിച്ചോ? ഇന്ന് വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തെന്താ? ഇന്നങ്ങോട്ട് പോകാൻ പറ്റിയൊരു കണ്ടീഷൻ അല്ല. എന്താ? എന്റെ ചേട്ടന്റെ വിവാഹം കഴിഞ്ഞു. ചേട്ടന്റെ വിവാഹമോ? എന്നിട്ട് ആരെ അറിയിക്കാത്ത എന്ത്? ഞാൻ പോലും ഇന്ന് കത്ത് കിട്ടിയപ്പോഴാണ് വിവരം അറിഞ്ഞത്. ലവ് മാരേജ് ആയിരിക്കുമല്ലേ? പിന്നെ പരിശുദ്ധമായ പ്രേമല്ലേ. പക്ഷെ എന്ത് ചെയ്യാം, എന്റെ അമ്മയ്ക്കത് ഇഷ്ടമല്ല. മിക്കവാറും പാർട്ടി വൈഫിനെയും കൂട്ടി ഇവിടെ എത്തുന്ന ലക്ഷണമാണ്. അതെന്താ? അമ്മ വീട്ടിൽ നിർത്തിയിട്ട് വേണ്ടേ? നമ്മുടെ വിവാഹത്തിനും ഈ കുഴപ്പമുണ്ടാവുമോ? ഞാൻ ചേട്ടനെ പോലെയല്ല. അമ്മ എതിർക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ നിന്നെയും കൂട്ടി അവിടുന്ന് ഒരു വരവാ. മിസ്റ്റർ രാജൻ, നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നത്തെ ചില ചെറുപ്പക്കാരെ പോലെ ഹോട്ടലുകളിൽ കയറി ഭക്ഷണവും കഴിച്ച് സിനിമാശാലകളിൽ ചുറ്റിക്കിടക്കുന്ന സമ്പ്രദായം എനിക്കിഷ്ടമല്ല. അവൾ എന്നോട് പറഞ്ഞു നിങ്ങളെ മാത്രമേ അവൾ വിവാഹം കഴിക്കുള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ ആ ബന്ധത്തിന് ഞാൻ എതിരല്ല. പക്ഷെ അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. എത്രയും വേഗം വിവാഹം നടത്തണം. രാജൻ എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? പക്ഷേ എന്റെ അമ്മയോടൊന്ന് ചോദിക്കണം. അമ്മയോട് ചോദിക്കാതെ ആരെങ്കിലും വിവാഹം നടത്തുമോ? അമ്മയോട് മാത്രമല്ല, കുടുംബക്കാരെല്ലാവരുമായിട്ട് വേണ്ടപ്പെട്ട എല്ലാവരുമായി ആലോചിച്ച് മാനമായി നടത്തുന്ന വിവാഹത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. എന്നാ ഇന്ന് തന്നെ വീട്ടിൽ കഴിഞ്ഞിക്കോളൂ. എന്താ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല അമ്മ. കൊച്ചമ്മയാണ് സത്യം, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അപ്പുകുട്ടൻ ഞാൻ കിടക്കുന്നിടത്ത് വഴി എന്നെ തൊടുകയോ ചെയ്തിട്ടില്ല. എന്താ അമ്മേ? എടേ, നിനക്കൊന്നും കേൾക്കാൻ കൂടില്ല. എടേ, അവൻ ആണാണ്. തോന്നിയതും കാണിച്ചിട്ട് അവൻ ഓടിപ്പോവും. നീ അങ്ങനെയാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കൊച്ചമ്മേ. കണ്ട ആളാ എന്നോട് പറഞ്ഞത്. അവനോ നീയോ ഏക്കുവോ? അതുകൊണ്ട് ശമ്പളം തീർത്തു വാങ്ങിച്ച് ഇപ്പൊ ഇവിടുന്ന് പൊയ്ക്കോണം. എന്താണ് ബഹളം? എങ്ങനെ പോയാൽ ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയും? ഇവനും ഭാര്യയും ഭർത്താവുമായിരുന്നു ഇവിടെ കഴിയുന്നത്. ഒരു സത്യമല്ല കുഞ്ഞെ. എടേ, ശബ്ദിച്ചു പോയത്. എനിക്ക് 2 ആമക്കളാ ഉള്ളത്. നീ വല്ല കുഴപ്പവും കാണിച്ചിട്ട് അവരുടെ മേൽ പറഞ്ഞ ഞാൻ പിന്നെ ജീവിച്ചതിന് കാര്യമുണ്ടോ? കൊച്ചമ്മയുടെ കാല് തൊട്ട് ഞാൻ സത്യം ചെയ്യാം. നീ അവനെ എന്തിനു കുറ്റം പറയുന്നു? അവൻ ആണാണ്. ഇവളല്ലേ സൂക്ഷിക്കേണ്ടത്? അമ്മ പറഞ്ഞ നേരാണോ? ഒരു സ്മോൾ മിസ്റ്റേക്ക് പറ്റിപ്പോയി. അയ്യോ, അവളടിക്കണ്ട. ശമ്പളം എന്നിട്ട് 2 പേര് പറഞ്ഞേ. നിന്റെ തുണി വല്ലതും നീ പറക്കി എടുത്തോണ്ട് ഇപ്പൊ അവിടുന്ന് പൊയ്ക്കോണം. നിന്റെ ശമ്പളം തീർത്തു തരാം. നിന്റെ ശരി. എന്താ? ആരും കണ്ടില്ല. നാളെ വെളുപ്പിലുള്ള ട്രെയിനിന് ഞാൻ കോഴിക്കോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ട്രാൻസ്ഫർ കിട്ടിയ സ്ഥിതിക്ക് ഇനി താമസിക്കാതിരിക്കല്ലേ നല്ലത്.
2 ദിവസം കൂടുമ്പം ഓരോ എഴുത്ത് വീതം അയക്കണം. അയക്കാം. പിന്നെ പ്രത്യേകിച്ച് ആഹാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. എത്രയായാലും വീട്ടിൽ കഴിക്കുന്നത് പോലെ ആവൂലല്ലോ. ഞാൻ വീടെടുത്ത് താമസിക്കാൻ പോവില്ലേ അമ്മേ? എന്നിട്ട് അരിവ് പോരണം വയ്ക്കാനോ? എന്തിന്? വിമലയുണ്ടല്ലോ. ഓഹോ, മനസ്സിലായടാ, മനസ്സിലായി. നിനക്ക് അമ്മയോടുള്ള സ്നേഹം. ഞാനാണെങ്കിൽ സൂക്കേടുകാരി. മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് ഒരു ദ്രോഹിയായി. ബോധം കെട്ട് താഴെ വീഴുന്നാ പോലും നോക്കാൻ ആരുമില്ല. നീയുമില്ല, രാജനുമില്ല. രമയാണെങ്കിൽ രാവിലെ അങ്ങ് കോളേജിൽ പോകും. അടുക്കള ജോലിക്കാരി അപ്പുക്കുട്ടനെ നീയല്ലേടാ പറഞ്ഞു വിട്ടത്. എനിക്കൊരു പാത്രം വെള്ളം ചൂടാക്കി തരാൻ ഇവിടെ ഒരാളുണ്ടോ? ഈ നിലയിൽ ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ടുപോന്ന് പറയാൻ നിനക്ക് എങ്ങനെയാ മനസ്സ് വന്നത്? അയ്യോ, ഇത് ഈശ്വരാ, എന്നെ അങ്ങ് എടുത്തോടെ. അമ്മേ, അമ്മേ, ഒന്ന് നിർത്തൂ. അമ്മേ, അമ്മേ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. അമ്മ വിഷമിക്കരുത്. വിമലയെ ഞാൻ കൊണ്ടുപോകുന്നു. അമ്മ വിഷമിക്കാതിരിക്കൂ. അവളുടെ ഒരു പോക്ക്. ഇവിടെ ഉപയോഗമില്ലാത്ത പാത്രങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ്. നമുക്ക് കൊണ്ടുപോകാം. വീട്ടു സാധനങ്ങൾ മുഴുവൻ വാങ്ങാനാണെങ്കിൽ പണം കുറയാകും. തൽക്കാലം ഒന്നും കൊണ്ടുപോകണ്ട. അതെന്താ? നിന്നെ എന്റെ കൂടെ അയക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇവിടെ ജോലിക്കാർ കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് ശരിയാണ്. ആരുമില്ലാതിരിക്കുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നാട്ടുകാർ എന്നെ പഴിക്കില്ലേ? അടുത്ത അവധിക്ക് വരുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാം. അവിടെ ചെന്നാലുടൻ എഴുത്തയക്കാം. നീ ആരോഗ്യമൊക്കെ സൂക്ഷിക്കണേ. ഇതിനും വേണ്ടി ഇത്രയും ഒരുക്കം എന്തെന്നാണ്? രവി, രവി, രാജാവാറായി. പുറപ്പെടേ. ഞാനിതാ വരുന്നമ്മേ. വിമലേ, ആ പെട്ടി എടുത്തൊന്ന് മുൻവശത്തേക്ക്. നീ ആഹാരമൊക്കെ ശരിക്ക് കഴിക്കണം കേട്ടോ. ശരീരം സമയായി. ഞാൻ കത്തയക്കാം. ശരി. ഇനി താമസിക്കണ്ട, പുറപ്പെട. എന്താ ഇപ്പൊ നോക്കി നിൽക്കാൻ? അകത്ത് ജോലിയൊന്നുമില്ലേ? നീ ഇനി വന്നോ? പിന്നെ ഇവിടം വിട്ട് ഞാൻ എവിടെ പോവാനാ? എന്നാലും കാര്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഞാൻ നാണം കെട്ടു. ഏതായാലും രവി തന്നെ നാണിയെ പറഞ്ഞു വിട്ടു. ഞാൻ ഉദ്ദേശിച്ചത് സാധിച്ചു. രവിക്കുഞ്ഞ് എന്നെ ഡിസ്കസ് ചെയ്തതാ. സാരല്ലെന്നേ, നീ വന്ന് കരഞ്ഞു പറഞ്ഞതുകൊണ്ട് ഞാൻ മാപ്പ് എന്ന് പറഞ്ഞേക്കാം. അല്ല, പോണ പോക്കിലാ കുരുത്തം കെട്ടവളെ എന്റെ ഈ ഇടത്തെ ചെവിട്ടത്തിൽ ഒറ്റ അടി എന്റെ കണ്ണു തള്ളിപ്പോയി. ഭാഗ്യത്തിന് ആരും കണ്ടില്ല. ആ പോട്ട്, നീ ചെന്ന് വല്ലതും കഴിക്ക്. അടി കൊണ്ട് ക്ഷീണം മാറും. പറഞ്ഞ പോലെ ഞാനത് മറന്നു കേട്ടോ. നാണി പോയല്ലേ. രവിക്കുഞ്ഞിന്റെ കത്ത് വന്നിട്ടുണ്ട്. എവിടെ? ഒന്ന് അമ്മയ്ക്ക്, ഒന്ന് ഭാര്യയ്ക്ക്. രണ്ടും ഇതാ. എന്താ? കത്ത് വന്നിട്ടുണ്ടോ? അതെ, വന്നിട്ടുണ്ട്. ഓ, ആ കാര്യത്തിലൊക്കെ രവിക്കുഞ്ഞിനെ സമ്മതിക്കണം. അമ്മയ്ക്കും ഭാര്യയ്ക്കും പ്രത്യേകം പ്രത്യേകം അല്ലേ എഴുതിയിരിക്കുന്നത്?
എനിക്ക് കത്തുണ്ടെങ്കിൽ ഇങ്ങനെ തന്നേക്കൂ. 1000 കൂട്ടം ജോലി എടുക്കുമ്പോ അവർക്ക് കത്ത് വായിക്കാനാ തിരക്ക്. അതൊരു കണക്കിന് നേരാ. ആദ്യം അധ്വാനം പിന്നെ വിശ്രമം എന്നാണല്ലോ പുതിയ മുദ്രാവാക്യം. രവിച്ചേട്ടൻ എനിക്ക് അവൻ എന്നാടി നിന്റെ സ്വന്തമായത്? നീ ഇന്നലെ കയറി വന്ന പെണ്ണല്ലേ? 10 മാസം നൊന്ത് പ്രസവിച്ച് അവനെ വളർത്തിയെടുത്തത് ഞാനാ. അവന്റെ വിശേഷങ്ങൾ ഞാൻ മാത്രം അറിഞ്ഞാലും ഒരു തരക്കേടില്ല. ഓ, ഭർത്താവിന്റെ കത്ത് കിട്ടാത്തോണ്ട് അവള് കണ്ണീരൊഴുക്കുക. മൂദേവി, എന്നാ നീ ഒന്ന് തരാ. അങ്ങനെ ഇപ്പൊ വായിക്കണ്ട. പോസ്റ്റ് ഓഫീസിൽ പോയി ഇതാ പെട്ടിയിലിട്ടിട്ട് വരൂ. സ്റ്റാമ്പ് പൊട്ടിക്കണ്ടേ? വേണ്ട, കൂലിക്കത്തായിട്ട് പൊയ്ക്കോളൂ. നീ ഇതാ പെട്ടിയിലിട്ടാ മതി. പോ. ഞാനോ കയ്യിലെന്തോ കത്ത് കൊണ്ടുവാ. ആ, നീ പോയിക്കോ, ഞാൻ പോസ്റ്റ് ചെയ്തോളാം. നാശം പിടിച്ചവളെ മൂസേരി, നീ തന്നെ അവമാനിക്കാൻ കഴിഞ്ഞതല്ലേ? എന്റെ ഭർത്താവിനൊരു കത്തെഴുതാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യമില്ലേ? ഭർത്താവ്? നീ നിന്റെ തന്റെയും കൂടെ കൈവശം കൊടുത്തല്ലേടി എന്റെ മോനെ മയക്കെടുത്തത്. എന്നിട്ട് അവൾ അവകാശം പറയാമെന്നിരിക്കുന്നു. അമ്മേ, അങ്ങനെ പറയരുത്. ഞാൻ കുറെ സ്വർണവും പണവും കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നില്ലെന്നേ ഉള്ളൂ. ഭർത്താവിനെ ദൈവം പോലെ ആരാധിക്കുന്ന ഒരു ഹൃദയമുണ്ടമ്മേ എനിക്ക്. എന്റെ ഭർത്താവിന് ഞാൻ എഴുതിയിരിക്കുന്ന ആ കത്തൊന്ന് വായിച്ചു നോക്കൂ. എന്നെ തല്ലിയ വിവരം പോലും ഞാൻ അതിൽ എഴുതിയിട്ടില്ല. ഇനിയും എന്നെ വേദനിപ്പിച്ചാൽ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്കും ഒരു മകളുണ്ട്. നീ ശപിക്കുന്നോ? നിന്റെ ഒരു എഴുത്ത് നിന്നെ ശപിക്കുന്നതിന്റെ മോളെ. മിസ്റ്റർ രാജന്റെ വീട് ഇത് തന്നെയല്ലേ? ഇത് എന്റെ വീടാണ്. രാജൻ എന്റെ മകനാണ്. എന്ത് വേണം? ഞാൻ മിസ്റ്റർ രാജന്റെ ജോലി സ്ഥലത്തുനിന്ന് വരികയാണ്. ആ, വരൂ. ഇരിക്കണം. എന്താ വിശേഷം? ഞാനൊരു വക്കീലാണ്. പേര് ഭാസ്കരമേൻ. എനിക്ക് വക്കാലത്തിന്റെ ആവശ്യമൊന്നുമില്ല. രാജന്റെ അമ്മ ഞാൻ പറയുന്ന മുഴുവൻ ഒന്ന് കേൾക്കണം. ആ, പറയണം. രാജനും ഞാനും പരിചയക്കാരാണ്. കൈക്ക് ചെറിയൊരു അപകടം സംഭവിച്ചപ്പോ അത് ഭേദമാകുന്നവരെ രാജൻ എന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഓ, അതിന്റെ വാടക വാങ്ങിക്കാൻ വന്നായിരിക്കും. അത് എന്റെ അടുത്ത് വാങ്ങിക്കണ്ട, അവന്റെ അടുത്ത് വാങ്ങിച്ചാൽ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ആ, പറയണം. രാജൻ ഒരു വിവാഹകാര്യത്തെ കുറിച്ച് ഒരു കത്തയച്ചിരുന്നു. വിവാഹം? ആരുടെ വിവാഹം? രാജന്റെ. ഓഹോ, ഇനിയിപ്പൊ അതിന്റെ കുറവേ ഉള്ളൂ. എന്റെ മോന്റെ വിവാഹ കാര്യത്തെ പറ്റി ഞാൻ ആലോചിച്ചോളാം. നിങ്ങൾ സ്വല്പം കൂടെ മര്യാദയായിട്ട് സംസാരിക്കണം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ഒരാളല്ല. നിങ്ങളുടെ രാജനും എന്റെ മകൾ ഗീതയും തമ്മിൽ സ്നേഹത്തിലാണ്. അങ്ങനെ വരട്ടെ. എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നി ആളിച്ചിരി പെശകാന്ന്. മനുഷ്യ, ഈ നാട്ടിൽ വേറെ എത്ര ആമ്പിളരുണ്ട്? അവരാരും പിടിക്കില്ല. എല്ലാവർക്കും എന്റെ മക്കളെ തന്നെ വേണം, അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. എന്റെ മകളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് രാജൻ നിങ്ങൾക്ക് എഴുതാമെന്ന് പറഞ്ഞിരുന്നു. അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. അതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലേ അന്ന് അവനെ ഈ വീട്ടിന് പുറത്താക്കി പടിയടച്ച് ഞാൻ പിണ്ണം വയ്ക്കും. കണ്ണു തെറ്റിയാ എന്റെ മക്കളെ വശീകരിക്കാൻ നടക്കുക ഓരോരുത്തര്. വക്കീലെ, ചെലവാകാതെ നിൽക്കുന്ന മോളുണ്ടെങ്കിലേ അവളെ മുറിയിൽ അടച്ചിരുത്തി പൂജിച്ചാ മതി. എന്റെ മോന്റെ തല കെട്ടി വെക്കാൻ നോക്കണ്ട. അനാവശ്യം പറയരുത്. എന്റെ മകളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകന്റെ പിന്നാലെ നടന്നതല്ല. അവർ തമ്മിൽ സ്നേഹമാണെന്ന് അറിഞ്ഞു, എതിർക്കണ്ടെന്ന് കരുതി. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം എന്റെ മകൾക്ക് കിട്ടാഞ്ഞിട്ടല്ല. ഇത്തരം ഒരു തള്ളയുടെ മകനാണ് രാജൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മകളെ ഞാൻ പറഞ്ഞു പിന്തിരിപ്പിക്കുമായിരുന്നു. ഇപ്പൊ അറിഞ്ഞല്ലോ. എന്നാ സാർ ഇനി താമസിക്കണ്ട. ചെന്ന് മോളോട് പറഞ്ഞാട്ടെ ഈ തറവാട്ടിലോട്ട് കേറാനുള്ള ആശ ഒന്ന് മാറ്റിവെക്കാം. അതിന് നിങ്ങളുടെ ശുപാർശയുടെ ആവശ്യമില്ല. നിങ്ങൾ അപേക്ഷിച്ചാൽ പോലും ഇനി എന്റെ മകളെ ഈ തറവാട്ടിലേക്ക് ഞാൻ അയക്കില്ല. ഓ, വലിയ ഉപകാരം. അല്ലേ, അടക്കം ഒതുക്കുമായിട്ട് നടക്കുന്ന ആമ്പിള്ളേരെ കാണുമ്പം ഓരോന്നിന് കണ്ണടി. എല്ലാവർക്കും എന്റെ പിള്ളേരെ കിട്ടിയുള്ളൂ. ഗുഡ് മോർണിംഗ് സർ.
ഇരിക്കൂ. നിങ്ങളിപ്പോ വന്നത് നന്നായി. ഞാൻ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അമ്മയെ കണ്ടു. ചേട്ടത്തിയോടുള്ള അവരുടെ പെരുമാറ്റവും ഞാൻ കണ്ടു. അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് എന്റെ മകളെ മരുമകളായി അയക്കാൻ ഞാൻ തയ്യാറില്ല. അച്ഛാ, മോളിങ്ങനെ നിർബന്ധം പിടിക്കരുത്. നിന്റെ ഭാവിയെക്കുറിച്ച് നിന്നേക്കാൾ കൂടുതൽ പ്രതീക്ഷയും താല്പര്യവും അച്ഛനുണ്ട്. എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. രാജേട്ടനെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എതിർത്തില്ല. അന്ന് ഞാൻ രാജനെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇപ്പോഴും അത് മാത്രം ചിന്തിച്ചാൽ മതി. വിവാഹം കഴിഞ്ഞാൽ ഞാൻ ജീവിക്കാൻ പോകുന്ന രാജേട്ടന്റെ കൂടെയല്ലേ? പക്ഷെ നിന്നെ അയക്കേണ്ടത് ആ ഭദ്രകാളിയിരിക്കും തറവാട്ടിലേക്കല്ലേ? അങ്ങോട്ട് പോകാതിരുന്നാൽ മതിയല്ലോ. രാജേട്ടനൊരു ജോലിയുണ്ട്. പഠിത്തം കഴിഞ്ഞാൽ ഞാനും ഒരു ജോലിക്ക് ശ്രമിക്കും. ഞങ്ങൾക്ക് ജീവിക്കാൻ ആ വരുമാനം മതിയാകും. മോളെ, നീ അച്ഛനെ വിഷമിപ്പിക്കരുത്. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അച്ഛനിത് പറയുന്നത്. ഇല്ലച്ചാ, രാജേട്ടനെ കൂടാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. മിസ്റ്റർ രാജൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഒരച്ഛൻ എന്ന നിലയ്ക്ക് സാറ് പറയുന്നത് തെറ്റല്ലെന്ന് എനിക്കറിയാം. പക്ഷേ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. കരയണ്ട. വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു കാര്യം, വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്റെ കൂടെ താമസിക്കണം. ആ സ്ത്രീയുള്ള വീട്ടിലേക്ക് നിന്നെ ഞാൻ അയക്കില്ല. എന്താ സമ്മതമാണോ? ശരി. അമ്മേ, വിമലേ, വിമലേ, ഇവിടെ അടുക്കള ജോലിക്ക് മറ്റാരുമില്ലേ? ഞാൻ നിനക്ക് എത്ര എഴുത്തയച്ചു, ഒരു മറുപടി പോലും അയച്ചില്ലല്ലോ. എന്താണ്? ഒന്നുമില്ല. അമ്മ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടാവും. നീ വന്നിട്ട് അമ്മയോട് ഇതുവരെ വിശേഷം ചോദിക്കാൻ പോലും നിനക്ക് തോന്നിയില്ല. ആ, ഇത്രയൊക്കെ ഉള്ളടാ. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ നിങ്ങളെയൊക്കെ വളർത്തിയത്. ഇപ്പോ ഹൃദ്രോഹിയായി. നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ട. വിമലയെ കൂടി ഞാൻ കൊണ്ടുപോകുന്നു. അപ്പൊ പിന്നെ ഇവിടെ ആരാ? അടുക്കള ജോലിക്ക് ആരെങ്കിലും വിളിച്ച് നിർത്തണം. ഞാൻ എവിടെയെല്ലാം തിരക്കി. ഇനിയുള്ള കാലത്ത് അടുക്കള ജോലിക്ക് ആരും കിട്ടില്ല. വിമല എന്തായാലും ഞാൻ കൊണ്ടുപോകും. നീ കൊണ്ടുപോകല്ലേടാ? കൊണ്ടുപോകും. നിനക്ക് അമ്മ വേണ്ട, ഭാര്യ മതി. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ നിങ്ങളെയൊക്കെ വളർത്തിയെടുത്തത്. എനിക്കിത് ജീവിച്ചിരിക്കണ്ട. നിങ്ങളിത് കേട്ടോ? ഞാൻ പറയുന്നത് കേട്ടോ? ഇനി എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്? കൊണ്ടുവെച്ചൂടെ? അമ്മ എന്തൊക്കെ ബഹളം കൂട്ടിയാലും വിമലയെ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. കൊണ്ടുപോകത്തില്ലടാ. അവളെ നീ തനിച്ച് കൊണ്ടുപോകത്തില്ല. അവളുടെ കൂടെ ഞാനും വരും. അമ്മ കൂടെ വന്നാൽ ഇവിടെ രമ മാത്രമാവില്ലേ? അവൾ എവിടെയെങ്കിലും ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോയിക്കോട്ടെ. വല്ലതും കേൾപ്പിച്ചാ നീയൊക്കെ സഹിച്ചോണം. എനിക്കൊന്നും അറിയണ്ട. നീ വിമലയെ കൊണ്ടുപോയാ ഞാനും കൂടെ വരും. എന്താ എന്താ ഇത്? ഞാൻ എന്ത് ചെയ്യും വിമലെ? നീ ഇവിടെ ഇരുന്നാൽ അമ്മ നിനക്ക് ഒരു സ്വരവും തരില്ല. അമ്മ നമ്മുടെ കൂടെ അങ്ങോട്ട് വന്നാലും ഇത് തന്നെയാ ഫലം. ചേട്ടൻ വിഷമിക്കണ്ട. എന്ത് വിഷമം ഉണ്ടായാലും ഞാൻ ഇവിടെ താമസിച്ചോളാം. എന്റെ ചേട്ടനെങ്കിലും സ്വസ്ഥത കിട്ടട്ടെ. അതോർത്ത് ഞാൻ സന്തോഷമായി കഴിഞ്ഞോളാം. മോളെ, ഒരച്ഛന്റെ കടമ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ തന്നെ നിനക്ക് വിവാഹം കഴിച്ചു തന്നു. ഇനി എനിക്ക് തന്ന വാക്ക് നിങ്ങൾ മാറരുത്. രണ്ടുപേരും എന്റെ കൂടെ വന്ന് താമസിക്കണം. എന്താ രാജ? ശരി. അപ്പോ ഇനി ഞാൻ അങ്ങോട്ട് പോവും. എവിടെ താമസിക്കും?
എങ്ങനെ ഭക്ഷണം കഴിക്കും? ആ അത് കുഴപ്പമില്ല, അവിടെ വിറക് വരെ ഉണ്ട്. അത് ചാക്ക് വിരിച്ച് സുഖമായിട്ട് അവിടെ കിടക്കും. അവിടെ തന്നെ ആഹാരവും തന്നേക്കാം. എന്താ പോരെ രാജ? അത് ധാരാളം. പക്ഷേ ഇവൻ ആളൊരു ഇത്തിക്കണ്ണിയാണ്. എന്നാലും അന്തസ്സുള്ള ഇത്തിക്കണ്ണിയല്ലേ, നിന്നെ മാത്രമേ ആശ്രയിക്കുന്നുള്ളല്ലോ. ആ പറഞ്ഞൊന്നും സമയം പോയത് അറിഞ്ഞില്ല. 10:12 രാഹുകാല. അതിനു മുമ്പ് വീട്ടിൽ ചെന്ന് കയറണം. വണ്ടിയിൽ കയറും. അപ്പോ എന്താ അടുത്ത പ്രോഗ്രാം? നീ പറ, എന്താ നമ്മുടെ പ്രോഗ്രാം? രണ്ടുപേർക്കും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു സ്വീറ്റ്